അത് മനസ്സിലാവണമെങ്കിലേ ഈ മതമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ഷണിക്കാനും അവരുടെ ക്ഷണങ്ങൾ സ്വീകരിക്കാനും പഠിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് വടംവലി തുടങ്ങിയതോടെ ആളുകൾ മുഴുവൻ അവിടെ വന്ന് തിങ്ങിക്കൂടി നിന്ന് വീണ്ടും കൈകൊട്ടൽ, വീണ്ടും ചിരി. ഓരോ ദിവസവും പ്രായം കൂടി വന്നാലും മനസ്സിലെ കുട്ടിത്തം പോകണമെന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പാട്ടിനൊപ്പം കൈകൊട്ടിക്കളിയും ചുവടുവെക്കലും. ഒയ്യോ, അവരുടെ എനർജി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഉള്ളിൽ എവിടുന്നോ ഒരു എനർജി നമുക്കും കയറി തുള്ളാൻ അങ്ങ് തോന്നും. കാണുന്നവർക്ക് മത്സരം കാണുന്നതിനേക്കാൾ കൂടുതൽ രസം എന്താണെന്നറിയോ? ഈ മത്സരിക്കുന്ന ചേട്ടന്മാരൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങളുടെ ടേൺ ആയതോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യക്ക് ഇരുന്ന് കേട്ടോ. ചോറ് വന്ന്, കറികൾ വന്ന്, കൂട്ടുകറികൾ വന്ന്, പപ്പടം വന്ന്, പഴം വന്ന്, പിന്നെ പായസം ലാസ്റ്റ് വന്ന്. മതം നോക്കാതെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കുട്ടികളെ മുതിർന്നവരെ ഒരുപോലെ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിച്ചതിൻ്റെ ഓർമ്മകളും കൂടിയാട്ടോ. മനോഹരമായൊരു ചടങ്ങ്.